5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരുടെയും ശ്രദ്ധ 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-ൽ 3 സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച BJP തികഞ്ഞ ആത്മവിശ്വാസവുമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. BJPയുമായി നേരിട്ട് പോരാടിയ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടമായ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായി തെലങ്കാനയിൽ അധികാരം നേടാൻ സാധിച്ചത് മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന നിരവധി സർവേകളും പുറത്തു വന്നു കഴിഞ്ഞു. ഈ സർവേകളിലെല്ലാം തന്നെ രാജ്യത്ത് 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ടൈംസ് നൗ ETG സർവേയും സമാനമായ ഫലമാണ് പുറത്തുവിടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA വീണ്ടും വിജയിക്കുമെന്നും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനെ വലിയ മാർജിനിൽ പിന്നിലാക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. സർവേ അനുസരിച്ച് NDA 323 സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തും. അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി 163 സീറ്റിൽ ഒതുങ്ങും. BJPക്ക് മാത്രം ഏകദേശം 308 മുതൽ 328 വരെ സീറ്റുകൾ നേടാനായേക്കും. അതേസമയം കോൺഗ്രസ് 52 മുതൽ 72 സീറ്റുകളുമായി മറ്റൊരു മോശം പ്രകടനത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. മോദി സർക്കാരിനെ നേരിടാനായി 18 പാർട്ടികൾ ചേർന്ന് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടായ ശ്രമങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാര്യമായി ബാധിച്ചേക്കില്ലെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. 2019 കണക്കിൽ നിന്ന് NDAയ്ക്കും BJPക്കും സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലും BJPക്ക് ആധിപത്യം സ്ഥാപിക്കാനാകും. 2019 BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 353 സീറ്റുകളും BJP 37.76% വോട്ടുകളും നേടി. NDAയുടെ സംയുക്ത വോട്ട് ശതമാനം 45%. കോൺഗ്രസിന് 52 സീറ്റുകൾ മാത്രമാണെന്ന് നേടാനായത്.